ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, വിഷുവിൻ്റെ വ്ളോഗാണ്. കുറേ ദിവസമായി എടുത്തൊക്കെ വെച്ചിട്ട്, പക്ഷേ അപ്ലോഡ് ആക്കാൻ സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ കൃഷ്ണനെയൊക്കെ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുകയാണ്. വിഷു തലേന്നും വിഷുവിൻ്റെയും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ. വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ കണി വെക്കാറാകുമ്പോൾ പൂജാപാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കും. എന്നിട്ട് ഇതാ കൃഷ്ണനെയൊക്കെ തുടച്ച് വൃത്തിയാക്കും. പൂജാമുറി മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പുറപ്പാടാണ്. വിഷു നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലേ നമ്മൾ കൃഷ്ണനെയൊക്കെ എടുത്ത് വൃത്തിയാക്കാറുള്ളൂ. അത് ഈ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ വിഷു ആയിട്ട് നമ്മൾ എല്ലാ വീട്ടിലും വിഷുവിൻ്റെ തലേ ദിവസം ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. പിന്നെ പകല് മുഴുവൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു പരിപാടികളും ഒക്കെ ആയിരുന്നു കേട്ടോ. സന്ധ്യ ആയിട്ടാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുക, പൂജാമുറി വൃത്തിയാക്കലും എല്ലാം. അതായത് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. വിഷു കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് അതെന്തോ ആ പൂത്തിരിയുടെയും പടക്കത്തിൻ്റെയൊക്കെ പുക ശ്വസിച്ചിട്ടാണോ എന്നറിയില്ല, ആകെ ചുമയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂജാമുറിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. മുഴുവൻ ക്ലീനിങ് ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് സമയമൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്ലീനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ തലേദിവസമാണ് ഞങ്ങളിവിടെ മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം മക്കൾക്ക് വെക്കേഷൻ ആവുമല്ലോ, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അവരും കൂടെ ഉണ്ടാവും. ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ ക്യാമറയിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. മറ്റു മക്കൾ ഹെൽപ്പ് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അവർ, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവള് പിന്നെ തുടക്കണതൊക്കെ എടുത്തോളം പറഞ്ഞു. പോസ് ചെയ്തിട്ടും തന്നിട്ടുണ്ട്. അവൾക്ക് പിന്നെ വീഡിയോയിൽ വരാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ വീഡിയോയ്ക്ക് പോസിങ്ങും ആക്ഷനും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം തന്നെ ആ ജനലിൻ്റെ മുകളിലേക്ക് എനിക്ക് പിന്നെ തുടയ്ക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ എന്നെ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം അതുപോലെ തന്നെ എടുത്തെടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കണോണ്ട് തന്നെ വീഡിയോയിലേക്കൊക്കെ കാട്ടിയിട്ടൊക്കെ തന്നെയാണ് അവൾ എടുത്തു വെക്കുന്നത്. അവൾക്കത് നിർബന്ധമായിരുന്നു കേട്ടോ. വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് എടുത്തു വെക്കണം, ചെയ്യണ ജോലികളൊക്കെ കാണിക്കണം എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി രാത്രിയിൽ നമുക്ക് കണിയൊക്കെ ഒരുക്കാനുണ്ട്. കണിയൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് പോയി കിടന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് രാവിലെ വന്നിട്ട് അമ്മ കുളിച്ച് വിളക്ക് കത്തിക്കും. കണ്ണൻ്റെ ഓടക്കുഴൽ കണ്ണനെ പുറത്തെടുക്കുമ്പോൾ തന്നെ അത് വീണുകൊണ്ടിരിക്കും. അതെന്താണെന്നറിയില്ല, അതവിടെ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമ്മ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അത് അമ്മ ഓടക്കുഴലൊക്കെ കണ്ണൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയാണ് എല്ലാ കൊല്ലം കണി ഒരുക്കാറും പൂജാപാത്രങ്ങൾ കഴുകാറും എല്ലാം അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരൊക്കെയാണ് കണി ഒരുക്കാറുള്ളത്, ചെയ്യാറുള്ളത്? ഇങ്ങനെയൊക്കെ തന്നെയാണോ കണി ഒരുക്കാറുള്ളത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒക്കെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏകദേശം കണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കൊന്നപ്പൂവും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കണിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അതിനുശേഷം അമ്മ പോയി കിടന്നുറങ്ങും, ഞങ്ങളും കിടന്നുറങ്ങും. എന്നിട്ട് 4 മണിയാകുമ്പോൾ അമ്മ എണീറ്റ് കുളിച്ചതിന് ശേഷം അമ്മ വിളക്ക് കത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അമ്മ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളും എല്ലാവരും കണിയൊക്കെ കണ്ടു. എന്നിട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടായിരുന്നേ, പുട്ടും പഴം പുഴുങ്ങിയതും. പിന്നെ രാവിലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാർ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട് നമുക്ക് കേട്ടോ, വിഷുവിന്. സാധാരണ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണി വെള്ളരിയും പഴമാങ്ങയും കൂടിയിട്ടാണ് കറി വെക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് ഗസ്റ്റൊക്കെ ഉള്ളത് കാരണം അവർക്കിപ്പോൾ അതെല്ലാം
ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ വെച്ചു. പിന്നെ മക്കൾക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ പഴുത്ത മാങ്ങയുടെ കറി. അപ്പോൾ സാമ്പാർ വെച്ച് അവർ പിട്ടിലേക്കും കൂടി സാമ്പാർ കൂട്ടി കഴിക്കാറുണ്ട്. പുട്ടും സാമ്പാറും കഴിക്കാറുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കഴിക്കാറുള്ളത്? പുട്ടും കടലയാണോ കഴിക്കാറുള്ളത്? പുട്ടും സാമ്പാറും. ഇവിടെയുള്ള മക്കളൊക്കെ സാമ്പാറും പുട്ടും കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ സാമ്പാർ വെക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടുണ്ട് കാര്യം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയുടെ പണിയിൽ നിന്ന് നമുക്ക് ഒഴിവാവുകയും ചെയ്യാം, ലഞ്ചിനുള്ള കറി ആവുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ കറിയിൽ ഒതുക്കാലോ, പണി എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ അധികവും സാമ്പാർ അങ്ങ് വെക്കും. അപ്പോൾ വിഷു ആയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ പോയത്. വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വരുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. പണികളൊക്കെ ഒന്ന് ഒരുങ്ങിയ പോലെ ഉണ്ടാവും, നമുക്ക് വന്നാൽ കഴിക്കാമല്ലോ. അതിനുശേഷം വന്നിട്ട് ഇതാ സദ്യക്കുള്ള അവിയലും കാളനും ഒക്കെ ഉണ്ടാക്കി, പിന്നെ ഇതാ പച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിയലും കാളനും പച്ചടിയും അച്ചാറും പപ്പടവും ഒക്കെ തന്നെ, സാമ്പാറും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പായസം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്, പരിപ്പ് പായസം പാലടയും. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. സദ്യ വിളമ്പണതോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിപ്പോയി. ഗസ്റ്റൊക്കെ വന്നപ്പോൾ അവരുടെ കൂടെ വർത്താനം പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ പോയി, സമയമൊക്കെ പോയിട്ടോ. അപ്പോൾ ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് അനിയത്തിയും ഹസ്ബൻഡും അവരുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് കേട്ടോ ഗസ്റ്റ് എന്ന് പറയാൻ വന്നിട്ടുള്ളത്. അവർ ഒരു ഉച്ചയാകുമ്പോൾ വന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും അവർ പോകാനായിട്ട് ഇതാ റെഡി ആയിട്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാനായിട്ട് നിന്നത്. പിന്നെ രാത്രിയായപ്പോൾ ഇതാ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചു. മക്കൾ ഇതാ പടക്കം, പൂത്തിരി, മേശപ്പൂ അങ്ങനെ എല്ലാം പൊട്ടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആഘോഷിച്ചത്. നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും ആരും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്